യാത്രകൾ പലപ്പോഴും ഒരു ലഹരിയാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് പണ്ടേ യാത്ര ചെയ്യാൻ വലിയ ആവേശമാണ്. പക്ഷേ പലപ്പോഴും അവരുടെ യാത്രകൾ ഒരു സ്വപ്നം മാത്രമായി മാറാറുണ്ട്. കാരണം ഏതൊരു ശരാശരി മലയാളിയും സ്വപ്നം കാണുന്നത് കൊക്കിലൊതുങ്ങാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലേക്കോ അമേരിക്കൻ ഐക്യനാടുകളിലേക്കോ ആയിരിക്കും. വിദേശികൾ ഇന്ത്യയും നമ്മുടെ കൊച്ചു കേരളവും സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിന്റെ കൂടെ. മനംമടുക്കാത്ത യാത്രകളാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെത്. പുഴയും കടലും അരുവികളും ഗ്രാമങ്ങളും കാടുകളും മൊട്ടക്കുന്നുകളും റെയിൻ ഫോറസ്റ്റുകളും എത്ര കണ്ടാലും മടുക്കാത്ത ഡെസ്റ്റിനേഷനുകളാണ്. അതുപോലെയുള്ള നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു യാത്രയാണ് ചാലക്കുടി മലക്കപ്പാറ. എറണാകുളം ജില്ലയിലെ ചാലക്കുടി താലൂക്കിലുള്ള ആതിരപ്പള്ളി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. യാത്രയിൽ ചിലപ്പോഴൊക്കെ ആനക്കൂട്ടങ്ങളെ കണ്ടെന്ന് വരാം. മലയണ്ണാരും കാട്ടുമൂലും മൈലാടം പാറയിലെ നിറസാന്നിധ്യമാണ്. കുരങ്ങുകളുടെ ഒരു ബറ്റാലിയൻ തന്നെ യാത്രയിലുടനീളം കാണാൻ കഴിയും. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലുള്ള ഒരു ചെറിയ ഹിൽ സ്റ്റേഷനിലാണ് മലക്കപ്പാറ. തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലുള്ള പൂയംകുട്ടി പഞ്ചായത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടത്തേക്കുള്ള യാത്ര തന്നെ കാടിനെ തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. യാത്രയിലുടനീളം തന്നെ ചാലക്കുടി പുഴയുടെ നിറ സാന്നിധ്യമുണ്ട്. കടുവ സങ്കേതത്തിന്റെയും ആനമല കടുവ സങ്കേതത്തിന്റെയും ഇടയിലായിട്ടുള്ള നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷനിലാണ് മലക്കപ്പാറ. മലക്കപ്പാറ യാത്രയിൽ നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും വായച്ചാൽ വെള്ളച്ചാട്ടവും വാൽപ്പാറയും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കുട്ടികൾക്കും യുവാക്കൾക്കും യുവമിഥുനങ്ങൾക്കും പ്രായമായവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ്. നിന്നും കാട് കടന്നു ചെന്നാൽ തേയിലക്കുടത്തിലും കോടമഞ്ഞിലും കോർത്തിട്ട അതിർത്തി ഗ്രാമം കാണാം. മലയാളത്തിനും തമിഴിനും ഇടയിൽ സ്വാൻഡിച്ചായ കൊച്ചു ഗ്രാമം. ഇനി അങ്ങോട്ട് വാച്ചുമരവും ആനക്കയവും ഒക്കെ കാടിനെ മുകളിലേക്ക് എത്തിക്കും. സിദ്ധൻ പോക്കറ്റും കുമ്മാട്ടിയുമെല്ലാം ഉയരങ്ങളിലേക്ക് സഞ്ചാരിയെ പിടിച്ചു കയറ്റും.
മലക്കപ്പാറ കഴിയുന്നതോടെ മുകളിലേക്ക് 2 കൊടുംവളവുകൾ കാണാം. ഇരുമ്പാറയും കടന്നു പോകുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഇവിടം കഴിഞ്ഞാലാണ് മലക്കപ്പാറ എന്ന തേയില കൊണ്ട് പൊതിഞ്ഞ ഗ്രാമം. തേയിലത്തോട്ടത്തിന് നടുവിൽ നിന്ന് നല്ലൊരു ചായ കുടിക്കാം. ചിലപ്പോൾ കോടമഞ്ഞും കൂട്ടിനുണ്ടാകും. അവസാനിപ്പിച്ച് വേണമെങ്കിൽ മടങ്ങാം, അല്ലെങ്കിൽ വാൽപ്പാറയിലേക്കും പൊള്ളാച്ചിയിലേക്കും യാത്ര തുടരാം.